ഇതുപോലെയുള്ള വാക്കുകളൊക്കെ കേട്ടാൽ തന്നെ ആ ഏരിയയിലേക്ക് പോകരുത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അങ്ങനെ ഒരു നാനോ കണം ഉണ്ടെങ്കിൽ പോലും ഈ രുദ്രാക്ഷം കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെയാണ്. എന്നിട്ട് പുള്ളി ഒരു കിണ്ടിയുടെ പുറത്ത് ഈ രുദ്രാക്ഷം 4 പ്രാവശ്യം കറക്കിയതിന് ശേഷം പറയുന്നു, ഇത് നല്ല വെള്ളമാണ് എന്ന് പറഞ്ഞ് കുടിക്കുന്നു. പല പോസിറ്റീവ് എനർജിക്കും നിങ്ങളുടെ ശരീരത്തിനെ നല്ല രീതിയിൽ ദോഷം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇതേ കറക്ക് വിദ്യയായിട്ട് നടക്കുന്ന വേറൊരാളുണ്ട്. ഫുഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാനായിട്ട് രുദ്രാക്ഷമാല ഉപയോഗിച്ച് തൂക്കിയിടുന്ന സദ്ഗുരുവിനെ നിങ്ങൾ കണ്ടു കാണും. അതും സെയിം സംഭവം തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. പുള്ളി അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ചെറിയ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വ്യത്യാസം. അതായത് വാസ്തു പുള്ളി ലംഘിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വിശ്വാസം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. ഇന്ന് ഒരു പുതിയ കറക്ക് കമ്പനിയെ കുറിച്ച് നിങ്ങളെ അറിയിക്കാനാണ് ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഒരുപക്ഷെ ഫേസ്ബുക്കിലും അതുപോലെ വാട്സാപ്പിലും ഒക്കെ കറങ്ങി നടക്കുന്ന ഒരു വീഡിയോ കണ്ടിട്ടുണ്ടാവും. മഞ്ജു എന്ന് പേരുള്ള ഒരു ലേഡി ഒരു പെൻഡുലവുമായി വീടുകളിലൊക്കെ നടന്ന് നെഗറ്റീവ് എനർജി കണ്ടുപിടിക്കുന്നതാണ് സംഗതി. അപ്പോൾ ഈ അടുത്ത കാലത്ത് സച്ചിൻ എന്ന് പറഞ്ഞ ഒരാളുടെ വീട്ടിൽ പോയിട്ട് അവിടുത്തെ നെഗറ്റീവ് എനർജി കണ്ടുപിടിച്ചിട്ട് കുറച്ച് മോഡിഫിക്കേഷൻ നടത്തിയതിനെ പറ്റിയൊക്കെ ഉള്ള ഒരു വീഡിയോ, വളരെ എല്ലാവരും ഷെയർ ചെയ്ത് പോയ ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇതിനകത്ത് പറയുന്ന ഈ നെഗറ്റീവ് എനർജി എന്നതുകൊണ്ട് ശാസ്ത്രത്തിൽ ഉദ്ദേശിക്കുന്നത്, കാര്യം അത് സയന്റിഫിക് ടെർമിനോളജിയാണ്, എന്താണ് ഉദ്ദേശിക്കുന്നത്, അതുപോലെ തന്നെ ഈ പെൻഡുലം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പെൻഡുലം വർക്ക് ചെയ്യാനുള്ള എനർജി എവിടെ നിന്നാണ് കിട്ടുന്നത് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ആദ്യം എന്താണ് നമുക്ക് ഈ എനർജി എന്നുള്ളത് അറിയാം. സ്കൂളുകളിലൊക്കെ പഠിച്ചിട്ടുള്ള കാര്യമാണ്. എബിലിറ്റി ടു ഡു വർക്ക് ആണ് എനർജി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ എനർജി എന്ന് പറയുന്ന ഒരു സ്കെയിലാർ ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ്. അപ്പോൾ അത് എപ്പോഴും നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അത് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമായിരിക്കും എന്നുള്ളത്. പോസിറ്റീവായിട്ടുള്ള ഒരു വാല്യൂ ആയിരിക്കും എപ്പോഴും അതിനകത്ത് ഉള്ളതെന്നുള്ളത്. കാര്യം ഒരു ജോലി ചെയ്യാം. ഇപ്പൊ സ്കെയിലർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് തന്നെ ഒന്നീ പോസിറ്റീവ് ആവാം, അല്ലെങ്കിൽ 0 എന്ന് പറയുന്നത് 0 എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് വരാമെന്നുള്ളതാണ് അതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യം. എന്നാൽ മാത്രമല്ലേ നമുക്കൊരു വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ നെഗറ്റീവ് എനർജി ആയിട്ട് കണക്ക് കൂട്ടുന്നത് ഇനി ശരീരത്തിലൊക്കെ ദോഷം ചെയ്യുന്ന എന്തെങ്കിലും ഒരു സാധനമായിട്ടാണ് ഇവർ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ, പല പോസിറ്റീവ് എനർജിക്കും നിങ്ങളുടെ ശരീരത്തിനെ നല്ല രീതിയിൽ ദോഷം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഗാമാ വികരണങ്ങൾ നിങ്ങളുടെ ശരീരത്തിൽ തട്ടുകയാണെങ്കിൽ അതൊരു അയണൈസിങ് റേഡിയേഷൻ ആണ്. ശരീരത്തിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചില മ്യൂട്ടേഷനുകളൊക്കെ വരുത്തുകയും വേണമെങ്കിൽ ക്യാൻസർ വരെ ഉണ്ടാക്കുകയും ചെയ്യാം. ഇതേ സാധനം ചിലപ്പോൾ കൺട്രോൾഡ് ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ക്യാൻസർ കരിച്ചു കളയാൻ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത്, എനർജി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. ഇനി നെഗറ്റീവ് എനർജി എന്ന് പറഞ്ഞൊരു സാധനമേ ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ പൊട്ടൻഷ്യൽ എനർജി എന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം, അതിന് വേണമെങ്കിൽ നെഗറ്റീവ് ആവാം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പൊ ഉദാഹരണത്തിന്, ഇപ്പൊ സൂര്യനെ ചുറ്റും ഭൂമി പോകുന്നത് അല്ലെ, ഭൂമി പോകുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു സൂര്യന്റെ ഗ്രാവിറ്റേഷണൽ ഫീൽഡിലാണ് ഭൂമി എന്നുള്ളത് കൊണ്ടാണ്. അത് അവിടെ നിൽക്കുന്ന ആ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും നെഗറ്റീവ് ആയിരിക്കും. അത് ഏതർത്ഥത്തിലാണ് അത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്സിനകത്ത് ആ ഒരു നെഗറ്റീവ് എനർജി അങ്ങനെ ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും എത്രത്തോളം ഊർജം കൊടുത്താലാണ് ഈ ഗുരുത്വാകർഷണത്തിന്റെ പിടിവിട്ട് ഈ സാധനത്തിന് പുറത്തു പോകാൻ കഴിയുന്നത് എന്നുള്ളതിന്. അപ്പൊ അവിടെ ഒരു നെഗറ്റീവ് പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. പിന്നെ അതുപോലെ ചാർജ് ചിലപ്പോൾ നെഗറ്റീവ് എന്ന് പറയാറുണ്ട് എന്നല്ലാതെ, എനർജി എന്ന് പറയുന്നത് ഒരു എബിലിറ്റി ടു ഡു വർക്ക് ആണ്. അതെപ്പോഴും പോസിറ്റീവാണ്. ഇത് മനസ്സിലാക്കുക. അപ്പൊ ഈ നെഗറ്റീവ് എനർജി എന്നുള്ള ടെർമിനോളജി പലരും ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ എന്താണെന്ന് മനസ്സിലാക്കാതെ ആയിരിക്കും പറയുന്നത്. ഇനി അവരവരുടെ ഫീൽഡിലുള്ള നെഗറ്റീവ് എനർജിയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ, നമുക്ക് ഇന്നിപ്പം അടിസ്ഥാന 4 ബലങ്ങളെ കുറിച്ചിട്ടും അറിയാം. അതൊക്കെ മെഷറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. അതിങ്ങനെ പെൻഡുലം വെച്ചല്ല മെഷർ ചെയ്യേണ്ടത്, അതിന് മെഷർ ചെയ്യാൻ പറ്റിയ എക്യുപ്മെന്റ്സ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പൊ സ്ട്രോങ്ങും വീക്കും ഇന്ററാക്ഷൻ എന്ന് പറയുന്നത് ഒരു ആറ്റത്തിന്റെ വലുപ്പത്തിനകത്തേക്ക് ഒതുങ്ങുന്ന കാര്യങ്ങളാണ്. പിന്നെ ഉള്ളത് ഇലക്ട്രോമാഗ്നറ്റിക് ഇന്ററാക്ഷനും അതുപോലെ ഗ്രാവിറ്റേഷണൽ ഇന്ററാക്ഷൻ എന്ന് പറഞ്ഞ 2 ബലങ്ങളാണ്. ഈ ബലങ്ങൾ ഇപ്പൊ ഗുരുത്വാകർഷണ ബലം എന്താണെന്ന് അറിയാം. ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഇന്ററാക്ഷനെ നമുക്ക് മെഷർ ചെയ്യാനായിട്ട് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് ഉണ്ട്. ഞാൻ അതിനകത്തേക്ക് കൂടുതൽ പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം മനസ്സിലാക്കുക, ഈ പെൻഡുലം എന്ന് പറയുന്ന സാധനം, ഇവർ കയ്യിൽ കൊണ്ടു നടക്കുന്ന സാധനം എന്താണ്? നമ്മുടെ മേസ്തിരിമാരൊക്കെ ഉപയോഗിക്കുന്ന തൂക്ക് കെട്ട പോലത്തെ ഒരു സാധനമാണ്. ബേസിക്കലി അടിയിൽ ഒരു വെയിറ്റും മുകളിൽ ഒരു ത്രെഡിനകത്ത് ഇങ്ങനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു നൂലിനകത്ത് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഈ പെൻഡുലം എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഈ ആർട്ടിസ്റ്റുകൾ പടം വരയ്ക്കുന്ന സമയത്ത്, എയ്സലിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ പഴയ സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ആർട്ടിസ്റ്റുകൾ പടം വരയ്ക്കുന്ന സമയത്ത് ഈ പ്ലം ബോബ് എന്നാണ് പറയുന്നത്, കൃത്യം തൂക്കറിയാനായിട്ട് അല്ലെങ്കിൽ അതിന്റെ വെർട്ടിക്കലായിട്ടുള്ള ഒരു ലൈൻ വരയ്ക്കാനായിട്ട് ഇതുപോലെ തന്നെ ഇവരുടെ കയ്യിലിരിക്കുന്നത് പോലെ തന്നെ ഒരു ആർട്ടിസ്റ്റ് പെൻഡൽ എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് കിട്ടും. അതുപോലത്തെ ഒരു സാധനമാണ് ഇവരുടെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ഇതുകൊണ്ട് ഇവരെന്താ ചെയ്യുന്നത്? ഇവരിങ്ങനെ കയ്യിൽ പിടിച്ചിരിക്കുമ്പോൾ ഇത് സസ്പെൻഡ് ചെയ്ത് കിടക്കുന്നതുകൊണ്ട് നാച്ചുറലി അതിനകത്ത് ചെറിയ മൂവ്മെന്റ് ആണ്. ഇത് പെൻഡുലം വേണമെന്നൊന്നുമില്ല കേട്ടോ. നിങ്ങളുടെ വീട്ടിൽ നല്ല വെയിറ്റ് ഉള്ള ഒരു കുഞ്ഞ് വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കെട്ടി തൂക്കുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ വെഡിങ് റിങ്ങോ വല്ലതും എടുത്ത് കെട്ടി തൂക്കിയിട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ എഫക്ട് കാണാൻ പറ്റും. നിങ്ങൾ അറിയാതെ ഈ പറയുന്ന സാധനം അങ്ങോട്ട് ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ ഒക്കെ കറങ്ങും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ പ്രതിഭാസത്തിന് പറയുന്ന പേരാണ് ഇഡിയോ മോട്ടോർ റെസ്പോൺസ് എന്ന് പറയുന്നത്.
ഇതിനു മുമ്പ് വീജ ബോർഡിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി സംസാരിച്ചാണ്. എങ്ങനെയാണ് ഫാരഡെ പരീക്ഷണം നടത്തിയത്, എങ്ങനെയാണ് ഈ ഊർജ്ജം വരുന്നത്, പുറത്തുനിന്നുള്ള എനർജി പോസിറ്റീവ് എനർജിയോ നെഗറ്റീവ് എനർജിയോ അല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് എന്നുള്ളത് നമുക്ക് എങ്ങനെ പരീക്ഷ മനസ്സിലാക്കാന്നൊക്കെ ഞാൻ അന്ന് പറഞ്ഞാണ്. എനിവേ പറയുന്നത് ഈ പെൻഡുലം കറങ്ങുന്ന എനർജി വരുന്നത് അവരുടെ കയ്യിൽ നിന്ന് തന്നെയാണ്. പക്ഷേ ഈ ഇഡിയോമോട്ടർ റെസ്പോൺസ് എന്ന് പറയുന്നത് നമ്മൾ ബോധപൂർവ്വം മനസ്സിലാക്കാതെ തന്നെ നമ്മുടെ മസിലിന്റെ മൂവ്മെന്റ് കൊണ്ട് ഈ സാധനം അനങ്ങും എന്നുള്ളതാണ് ഇഡിയോമോട്ടർ റെസ്പോൺസിന്റെ പ്രത്യേകത. ഇനി ഒരു കാര്യം കൂടെ പറയാം, ഇതേ കറക്ക് വിദ്യയായിട്ട് നടക്കുന്ന വേറൊരാളുണ്ട്. ഫുഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നറിയാനായിട്ട് രുദ്രാക്ഷമാല ഉപയോഗിച്ച് തൂക്കിയിടുന്ന സദ്ഗുരുവിനെ നിങ്ങൾ കണ്ടു കാണും. അതും സെയിം സംഭവം തന്നെയാണ്, യാതൊരു വ്യത്യാസമില്ല. അവിടെയും പുള്ളി പറയുന്നത് പോസിറ്റീവ് എനർജി നെഗറ്റീവ് എനർജി തുടങ്ങിയ കാര്യങ്ങളാണ്. ഇത് തമ്മിൽ യാതൊരു ബന്ധവുമില്ല. രുദ്രാക്ഷമാല വെച്ചിട്ട് അത് പുള്ളി പറയുന്നത് ഭയങ്കര തമാശയാണ്. ഇതിനകത്ത് ഈവൻ ഒരു നാനോ കണം വിഷം കലർന്നിട്ടുണ്ടെങ്കിൽ പോലും അത് ഹോമിയോപ്പതിയുടെ ഒരു അഡ്വർടൈസ്മെന്റ് ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അങ്ങനെ ഒരു നാനോ കണം ഉണ്ടെങ്കിൽ പോലും ഈ രുദ്രാക്ഷം കണ്ടുപിടിക്കും എന്നുള്ളതൊക്കെയാണ്. എന്നിട്ട് പുള്ളി ഒരു കിണ്ടിയുടെ പുറത്ത് ഈ രുദ്രാക്ഷം 4 പ്രാവശ്യം കറക്കിയതിന് ശേഷം പറയുന്നു ഇത് നല്ല വെള്ളമാണ് എന്ന് പറഞ്ഞ് കുടിക്കുന്നു. ഇവിടെയൊക്കെ വർക്ക് ചെയ്യുന്നത് ഇഡിയോമോട്ടർ റെസ്പോൺസ് അല്ലെങ്കിൽ ഇഡിയോമോട്ടർ ഫോഴ്സ് തന്നെയാണ്. ഇനി അതെങ്ങനെയാണ് അവർ കച്ചവടമാക്കി മാറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ക്ലോക്ക് വൈസ് കറങ്ങുകയാണെങ്കിൽ അവിടെ പോസിറ്റീവ് എനർജി ഉണ്ട്, ആന്റി ക്ലോക്ക് വൈസ് കറങ്ങുകയാണെങ്കിൽ നെഗറ്റീവ് എനർജിയാണ്, നിങ്ങൾക്ക് ഭയങ്കര പ്രശ്നം വരുന്നുള്ളതാണ്. ഇനി ഈ വീഡിയോയിൽ പറയുന്ന ഇവർ ചെയ്യുന്നത്, ഒരു വീട്ടിൽ പോകുന്നു, അവിടെ പെൻഡുലം കൗണ്ടർ ക്ലോക്ക് വൈസ് ആയിട്ട് കറങ്ങുന്ന സമയത്ത് അവിടുത്തെ ഉടമസ്ഥന് അവിടെ നെഗറ്റീവ് എനർജിയാണ്, അതുകൊണ്ട് പുള്ളിക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവർ പറയുന്ന ഒരു കാര്യം. അപ്പോൾ പിന്നെ സച്ചിൻ എന്ന് പറഞ്ഞ ആളിനെ ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട്. അപ്പൊ അതിനകത്ത് അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാൾ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പുള്ളി വാസ്തുവൊക്കെ നോക്കി, നല്ലൊരു പേരുകേട്ട അന്ധവിശ്വാസിയാണെന്ന് തോന്നുന്നു, പുള്ളി വാസ്തുവൊക്കെ നോക്കി എല്ലാവരും ചെയ്യുന്നത് പോലെ ചെയ്തു എന്നാണ് പറയുന്നത്. പ്ലാനൊക്കെ വരച്ച് വാസ്തു കൺസൾട്ടന്റിനെ കൊണ്ട് പ്ലാനൊക്കെ വരപ്പിച്ചതിന് ശേഷം പുള്ളി വീടിന്റെ പണി തുടങ്ങി. ഒരു സ്റ്റേജ് എത്തിയപ്പോൾ പുള്ളി അതിനകത്ത് എടുത്ത് പറയുന്നുണ്ട് ചെറിയ ചെറിയ മോഡിഫിക്കേഷനൊക്കെ വരുത്തി. അതായത് വാസ്തു പുള്ളി ലംഘിച്ചു എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വിശ്വാസം വർക്ക് ചെയ്യുന്നത് അങ്ങനെയാണ്. അതായത് വാസ്തുപ്രകാരം കൃത്യമായിട്ടല്ല, ഞാൻ കുറച്ച് തെറ്റിച്ചു, അപ്പോൾ വാസ്തു തെറ്റാണെന്ന് വരില്ലല്ലോ. അതായത് സമാനമാണ്. നമ്മൾ എല്ലാവരും വീട് വയ്ക്കുന്ന സമയത്ത് പ്ലാനിനേക്കാളും ചെറിയ ചെറിയ മോഡിഫിക്കേഷൻ വരുത്തും. ഇവിടെ ഒന്ന് പൊങ്ങിയിരുന്നാൽ കൊള്ളാം, ഇവിടെ ഒരു ഷെൽഫ് വന്നാൽ കൊള്ളാം. ഈ മോഡിഫിക്കേഷൻസ് എല്ലാവരും വീട് വെക്കുമ്പോൾ നടത്തുന്ന ഒരു കാര്യമാണ്. പുള്ളി എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, എന്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസ ഉണ്ടായിട്ട് പോലും, അല്ലെങ്കിൽ വീട് പണി സുഗമമായി നടത്താനുള്ള പൈസ ഉണ്ടായിട്ട് പോലും വീട് പണി പെട്ടെന്ന് ഒരു കാരണമില്ലാതെ തടസ്സപ്പെട്ടു. അപ്പൊ എന്തായിരിക്കും തടസ്സപ്പെടാനുള്ള കാരണം? പണിക്കാരെ കിട്ടിയില്ല, അല്ലെങ്കിൽ മേസ്തിരിമാരെ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പൊ മഞ്ജുവിനെ കണ്ടു. അപ്പൊ മറ്റേ അയലത്തെ മീനാക്ഷിയാണ് പറഞ്ഞു തന്നതെന്ന് പറഞ്ഞതുപോലെ എന്റെ അമ്മയാണ് സജസ്റ്റ് ചെയ്തത് ഈ മഞ്ജുവിന്റെ അടുത്തേക്ക് പോകൂ എന്നുള്ളത്. മഞ്ജുവിന്റെ അടുത്തേക്ക് പോകുന്നു. മഞ്ജു പറയുന്നു, പ്ലാൻ വെച്ചിട്ട് പെൻഡുലം കറക്കിയപ്പോൾ തന്നെ മനസ്സിലായി അവിടെ ഒരു പ്രശ്നമുണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ട്, വീടിന്റെ കൃത്യം നടുക്കൂടിയാണ് ഒരു മതിൽ പോകുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പറയുന്നത്. അവർ പറയുന്നുണ്ട് 22 സെന്റിമീറ്റർ ആണോ എന്ന് എനിക്ക് അറിയാൻ പറ്റില്ല എന്നൊക്കെ. എനിവേ പ്ലാൻ കണ്ടു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലാവും ഇത് നടുക്ക് ഒരു ചുവരുണ്ടെന്നുള്ളത്. അപ്പൊ ഇവരുടെ ഈ വീടിന്റെ സെൻട്രൽ ലൈൻ വാസ്തുപ്രകാരം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്, അതൊന്നും വലിയ ഒരു കാര്യമില്ല എന്നുള്ളതാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് പുള്ളിയെടുത്ത് ഇടിച്ചു കളയാൻ പറയാവുന്ന കാര്യം, എപ്പോഴും ഇതുപോലെയുള്ള കറക്ക് കമ്പനികൾ നടത്തുന്നവർ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ്, അല്ലെങ്കിൽ അവരെ ഹാപ്പി ആക്കുക എന്നുള്ളത്. നിങ്ങൾ കെട്ടി വെച്ചിരിക്കുന്ന ഒരു സാധനം ഒന്ന് ഇടിച്ചു കളയുക എന്നൊക്കെ പറയുമ്പോൾ ചങ്ക് കുറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് എന്താണ്, കുഴപ്പമില്ല, നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാം, ഇവിടുന്ന് ഒരു ഇച്ചിരി ഇറക്കി ഒരു 2 കല്ലും കൂടെ കെട്ടിയാൽ മതി, ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പ്രശ്നങ്ങളൊക്കെ മാറും, ഞാൻ കൃത്യമായിട്ട് മേസ്തിരിമാർക്ക് പറഞ്ഞു കൊടുക്കാം എന്ന് പറയുന്നു. അപ്പൊ ഇതിനകത്തൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, എന്തുകൊണ്ടാണ് പണി നിന്നത്? മേസ്തിരിമാരെ കിട്ടാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ പണിക്കാരെ കിട്ടാത്തത് കൊണ്ടാണ്. ഇത് കെട്ടിയാലേ ഇനി പണി ബാക്കി പുരോഗമിക്കുമെന്നാണ് പറയുന്നത്. അപ്പൊ എന്ത് ചെയ്യും? തീർച്ചയായിട്ടും അയാൾ മേസ്തിരിമാരെ തപ്പി കണ്ടുപിടിച്ചാൽ മാത്രമേ അയാൾക്ക് എക്സ്റ്റൻഷൻ നടത്താൻ പറ്റൂ. പിന്നെ മേസ്തിരിമാരെ കിട്ടിയില്ലേ, അയാളുടെ പൈസ ഉണ്ട്, പിന്നെ ബാക്കി പണി ചെയ്തൂടെ, പണി സ്മൂത്ത് ആയിട്ട് നടക്കും. ഇതാണ് സംഭവിക്കുന്നത്. ഇനി നെഗറ്റീവ് എനർജി മാറ്റാൻ എന്ന് പറഞ്ഞ് ഇവരെന്താണ് ചെയ്യുന്നത്? എനർജി മാറ്റാൻ എന്ന് പറഞ്ഞ് ചെയ്യുന്നത് 7 എലമെന്റ് സിംഗിങ് ബോൾ എന്ന് പറഞ്ഞ ഒരു സാധനത്തിനകത്തിട്ട് കറക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് നമ്മൾ ആ ശബ്ദം വരുന്നത് എല്ലാവരും വലിയ അതിശയമായിട്ടൊക്കെ പലരും കമന്റ് ചെയ്തിരിക്കുന്നുണ്ട്. അത് സാധാരണ നമ്മുടെ റെസൊണൻസ് എന്ന് പറയുന്ന സാധനമാണ്. നിങ്ങളിപ്പോൾ കണ്ടോണ്ടിരിക്കുന്നത് ഞാനൊരു വൈൻ ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് അതിനകത്ത് ഇതേ പറയുന്ന റെസൊണൻസ് ഉണ്ടാക്കിയതാണ്. ഇപ്പം മദ്യം എന്ന് പറഞ്ഞ നെഗറ്റീവ് എനർജി ഒഴിക്കുന്ന വൈൻ ഗ്ലാസിനകത്ത് ഇതുപോലെ പോസിറ്റീവ് ആയിട്ടുള്ള സൗണ്ട് ഉണ്ടാക്കാന്നുള്ളത്, അതാണ് റെസൊണൻസിന്റെ പ്രത്യേകത. അവതാരക അതിനകത്ത് പറയുന്നുണ്ട്, ആ റൂമിനകത്ത് ഇതൊക്കെ വെച്ചപ്പോൾ നല്ല മുഴക്കമായിരുന്നു, കെട്ടിക്കൊണ്ടിരിക്കുന്ന വീടിനകത്ത് സാധനങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ റൂമിനകത്ത് ഭയങ്കര റിവർബറേഷൻ കൂടെ ആയിരിക്കും, അവിടെ നല്ല മുഴക്കമായിരിക്കും. അതിനകത്ത് എന്താ ഇത്ര അതിശയപ്പെടാനുള്ള? ഈ 7 എലമെന്റ് സിംഗിങ് ബൗൾ എന്നൊക്കെ പറയുന്നത് ആമസോണിൽ പല 7 ചക്രം, അതുപോലെ റേക്കി ബൗള് എന്നൊക്കെ പറഞ്ഞിട്ട് 500 രൂപ മുതൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഈ ടിബറ്റൻ ഈ സിംഗിങ് ബൗൾ എന്ന് പറഞ്ഞ സാധനം. അതിൽ നിന്ന് ഒരു പോസിറ്റീവ് എനർജിയും വരുന്നില്ല. അതിനകത്ത് നിന്ന് വരുന്ന എനർജി എന്ന് പറയുന്നത് സൗണ്ട് പ്രഷർ വേവ്സ് ആണ് വരുന്നത്. റെസൊനേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ ആ ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയലിന്റെ നാച്ചുറൽ ഫ്രീക്വൻസി ആയിട്ട് റെസൊനേറ്റ് ചെയ്യുന്ന ഒരു ശബ്ദം,
ആണ് നിങ്ങൾ കേൾക്കുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതുപോലെയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് ഒരു സ്ഥലവും നെഗറ്റീവ് എനർജി ഉള്ള സ്ഥലമോ പോസിറ്റീവ് എനർജി ഉള്ള സ്ഥലമൊന്നുമല്ല. അവിടെ ചെന്നതിന് ശേഷം എന്താ പറയുക, ആ വീടിനെ നിങ്ങൾക്ക് വീടാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനകത്തുള്ള ആളുകളുടെ ഹാർമണിയും അതുപോലെ കാര്യങ്ങളൊക്കെ ഉള്ളൂ. നമ്മളിപ്പം ഒരു പ്ലാൻ നോക്കി ഉണ്ടാക്കുമ്പോൾ വാസ്തുവിന്റെ അടുത്തോ വേറെ ആരുടെ അല്ല പോകേണ്ടത്. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് നിന്ന് തിരിയാൻ സ്ഥലമുണ്ടോ? ഇതൊക്കെ ആർക്കിടെക്ചർ സയന്റിഫിക് ആയിട്ട് പഠിക്കുന്ന ആളുകൾക്ക് അറിയാം. ഒരാൾക്ക് നിന്ന് തിരിയാൻ എത്ര സ്ഥലം വേണം, നടക്കാൻ എത്ര സ്ഥലം വേണം, എർഗണോമിക്സ് എന്ന് നമ്മൾ പറയുന്ന പല കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് അവർ ഈ പ്ലാൻ വരയ്ക്കുന്നത്. അതിനെ മോഡിഫൈ ചെയ്തിട്ട് വീട്ടിനകത്ത് സ്ഥലമില്ലാത്ത രീതിയിൽ നിങ്ങൾ വീട് ആക്കേണ്ട കാര്യമില്ല. മാത്രമല്ല ഒരു കാര്യം ചെയ്യൂ, ഇതൊക്കെ അധിക ചെലവാണ്. വീട് വയ്ക്കുന്നതിന് പുറമെ ഇതുപോലെ മഞ്ജുവിനെ പോലെയുള്ള ആളുകളെ കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് ഇത് നോക്കാനും കാര്യങ്ങളും ഒക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, വേസ്റ്റ് ഓഫ് മണിയാണ്. അപ്പൊ നിങ്ങൾക്ക് പണിക്കാരെ കിട്ടിയാൽ മാത്രമേ നിങ്ങളുടെ വീടിന്റെ നടുഭാഗം എക്സ്റ്റെൻഡ് ചെയ്ത് കെട്ടാൻ പറ്റുള്ളൂ. ആ പണിക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ ആരും മടിച്ചു നിൽക്കുകയൊന്നുമില്ല, അവർ പണി ചെയ്തിട്ട് പോവുകയും ചെയ്യും. ഇനി ഒരിക്കലും നടക്കാത്ത സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ബിൽഡിംഗ് വെച്ച് കാണിച്ചു തരാൻ പറ്റുമോ? ഇവരുടെ നെഗറ്റീവ് എനർജി മാറ്റിയതിനു ശേഷം ഒരിക്കലും അത് പറ്റുകയില്ല. ഇവർ പറയുന്നുണ്ട് റൂം വേണമെങ്കിൽ ക്ലെൻസ് ചെയ്ത് എനർജൈസ് ചെയ്യാം. ഈ ക്ലെൻസിങ്, എനർജൈസിങ് ഇതുപോലെയുള്ള വാക്കുകളൊക്കെ കേട്ടാൽ തന്നെ ആ ഏരിയയിലേക്ക് പോകരുത്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോവുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഒരു ശാസ്ത്രം മനസ്സിലാക്കുന്ന നമ്മുടെ ആളുകൾ, അല്ലെങ്കിൽ കൊച്ചു ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന ബേസിക് ആയിട്ടുള്ള സയൻസ് അറിയെങ്കിൽ പോലും ഇതൊക്കെ എത്രത്തോളം അബദ്ധമാണെന്നുള്ളത് അറിയാം. തൂക്കുകെട്ടയായിട്ട് കറക്കി നിങ്ങളെ പറ്റിക്കാൻ വരുന്ന ആരെയും വീട്ടുകളിലേക്ക് കയറ്റാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വിഷയം നിർത്തുന്നു. മറ്റൊരു ശാസ്ത്ര വിഷയമായിട്ട് പിന്നെ കാണാം. ബൈ.